ാണോ വനിതാ ഓഫീസർ? ആണോ? എന്നോട് പറഞ്ഞിട്ടുണ്ട് ശ്രീലേഖ ഇൻസേർട്ട് ചെയ്ത് ഷർട്ട് ഇടരുത് എന്ന് ഒരു സീനിയർ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്രീലേഖ ഒരു കാര്യം ചെയ്യുന്ന അവിടെ ട്യൂണിക്കൊക്കെ ഇടുന്നത് പോലെ ഷർട്ട് വെളിയിൽ കൂടെ ഇടും. മറിഞ്ഞു കിടക്കട്ടെ, നമ്മുടെ പുറകു വശമൊക്കെ മറിഞ്ഞു കിടക്കട്ടെ, വെളിയിലൂടെ കെട്ടിട്ട് ബെൽറ്റ് ഇട്ടാൽ പോരെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല സാറാണ്, എനിക്ക് വലിയ ബഹുമാനമുള്ള സാറാണ്. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇത് ശരിയല്ല സാറേ, ഇത് മോശമാണ് ഇത്. അപ്പം ഞാനല്ലേ കുട്ടി പറയേണ്ടത്, ഞാൻ എൻ്റെ കാര്യമല്ലേ പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടാണ് പറയുന്നത്. അത് ശരിയല്ല, അത് കാണുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ തിരിയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അത് യൂണിഫോം ചട്ടം അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല. യൂണിഫോം IPS ഓഫീസേഴ്സിന് ഒരു യൂണിഫോം ചട്ടമുണ്ട്, ആ ചട്ടം അനുസരിച്ച് യൂണിഫോം ഇടാൻ പറ്റുള്ളൂ. എനിക്ക് എപ്പോഴും ക്രോസ് ബെൽറ്റ് വിട്ട് ബെൽറ്റും കെട്ടി ഫോമലായിട്ട് നടക്കാൻ പറ്റില്ല, ഞാൻ ഇൻസേർട്ട് ചെയ്യും. ഞാൻ അതുകൊണ്ട് ചോദിച്ചോട്ടെ, ഈ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ സ്ത്രീ എന്ന നിലയിലുള്ള? ഉണ്ട്. പോലീസിലുള്ള മേലുദ്യോഗസ്ഥന്മാർ കൈ കയറി പിടിച്ചിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട്, ആളുകളെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്. സീനിയർ ഓഫീസേഴ്സ് മാത്രമല്ല, രാഷ്ട്രീയക്കാരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐ നോ ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. അല്ല, ഞാൻ പറഞ്ഞത് എന്നെ ഇതുപോലെ ഒരാൾ കയറി, സീനിയറാണ്, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പൊ ഇല്ല, പക്ഷെ അദ്ദേഹം ഇതുപോലെ എന്നെ പിടിച്ചിട്ട് ഹി ട്രൈ ടു കിസ് മീ ഓഫീസിൽ വെച്ചിട്ട്. ഞങ്ങൾ ലേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ശീലമല്ലേ, ഒരുപാട് ലേറ്റ് 7 മണി 8 മണിയൊക്കെ അല്ലേ. അപ്പൊ എന്നെ പിടിച്ചിങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ തട്ടി മാറ്റിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കാലി വീണിട്ട് ഞാൻ കണ്ണി തൊട്ട് വെച്ചിട്ടുണ്ട്, സാറിന്റെ ഗുരുനാഥനാണ്, ഞാൻ ആ സ്ഥാനത്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്, മാറ്റല്ലേ സാർ പ്ലീസ് എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി. അതോടെ തീർന്നു. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശ്രീലേഖ മേഡം IPS കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ വന്ന് സാജസ് കെറിയോട് പല കാര്യങ്ങളും പറഞ്ഞു. വൈകുന്നേരം ആകുമ്പോഴേക്കും പറഞ്ഞത് ഓൺ എയർ ആയി. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലേഖ മേഡത്തെ ഓരോരോ ആൾക്കാർ വിളിക്കലായി. എന്തിനധികം പറയുന്നു, ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോമിൻ തച്ചങ്കരി സാറിന് തന്നെയാണ്. അതായത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നുള്ള തരത്തില് എന്തോ നാട് ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ മേഖലയിലും സ്ത്രീകളും പുരുഷന്മാരും ജോലി ചെയ്യുന്നുണ്ട് ഇല്ലേ? എല്ലാ മേഖലയിലുണ്ട്. ഇപ്പോൾ സ്കൂളിലാണെങ്കിലുണ്ട്, അതുപോലെ തന്നെ ഹോട്ടലിലുണ്ട്. എന്തിനധികം പറയുന്നത് നമ്മളെ തൊഴിലുറപ്പ് ഇടങ്ങളിൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ജോലി ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹപ്രവർത്തകരുടെ ഇതും നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതും നോക്കി നിൽക്കാൻ ആരെങ്കിലും നിൽക്കൂടെ? അങ്ങനെ നിൽക്കുന്ന ഞരമ്പന്മാർ ഉണ്ടാകും. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. അതായത് ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളും ഉണ്ട്, എന്നാൽ എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അതെന്താണെന്നാണ് മനസ്സിലാകാത്തത്. ഇപ്പോഴും ഇവർ BJPന്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ നമ്മുടെ നാട് ഇതുപോലെയാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും? ഇവരൊന്നുമില്ല, ഇവർ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ അല്ലേ, ഇവർക്ക് എന്താ പ്രതികരിക്കാൻ കഴിയില്ലേ? ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സാധാരണ പോലീസുകാർ ഇവർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ അവരുടെ അസോസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതിപ്പെടേണ്ട സ്ഥലമുണ്ട്, മേലുദ്യോഗസ്ഥന്മാരുണ്ട്, അവിടെയൊക്കെ പോയി പരാതിപ്പെടുന്നില്ലേ? ഇവര് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാ പറയുന്നത്. അതായത് ഇവരെ ആരെയോ പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു പോലും, അവസാനം അയാളുടെ കാലിൽ പോവുക പോലും. എന്നിട്ട് നിങ്ങൾ എൻ്റെ സഹോദരൻ, നമ്മളെന്താ ചെയ്യുക? നമ്മളങ്ങാട്ടാണെങ്കിൽ ഇപ്പം സാധാരണ ഒരു സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചുംബിക്കാൻ ഏതെങ്കിലും ഒരുത്തൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരി എന്നാൽ ആരും ഇല്ലാത്തല്ലേ ടക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റേ കൊടുക്കലെയ്യാ. അതൊന്നല്ല, ഇവർ കാലിന് വീണു എന്നൊക്കെ പറയുമ്പോഴും പിന്നെ അത് മാത്രവുമല്ല, ഒരു പോലീസ് ഓഫീസറെ പറ്റിയിട്ട് അദ്ദേഹം അനാവശ്യമായിട്ട് കുറേ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഇതെന്തിനാണ് ഇപ്പോഴും പറഞ്ഞത് എന്നും മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്? അല്ല ഇനി വേറെ ആരെങ്കിലും കരിവാരി തേക്കാനാണോ? ഇനി ഇവരിപ്പോഴും റിട്ടയർഡാണ്, അത് റിട്ടയർഡ് ആയതുകൊണ്ട് ഇനിയിപ്പോഴും എന്തും പറയാം എന്നുള്ളത് കൊണ്ടാണോ? കുറച്ച് നാൾ മുമ്പ് ദിലീപിന്റെ കേസിൽ നമ്മളെല്ലാവരും കേട്ടാണ്. അതായത് ദിലീപിന്റെ കേസിൽ പറഞ്ഞ എന്താ വെച്ചാൽ ദിലീപ് നിരപരാധിയാണ്, ദിലീപ് അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതായത് ലോകത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ച് ആൾക്കാരിൽ എന്ന് പറഞ്ഞാൽ ഒരു 3-4 ആൾക്കാരാണ് ദിലീപ് നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ IPS ശ്രീലേഖ IPS തന്നെയാണ്, വേറെ ആരുമല്ല. അവരെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ ഇപ്പോഴും സാജന്റെ അടുത്ത് ഈ വാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതിന് ശേഷം അവർക്കെന്തോ ഇത് അത്ര ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായി എന്ന് തോന്നിയോണ്ടാണോ എന്നറിയില്ല. ചാനലിലൂടെ ഞാനുമായിട്ട് ഇന്ന് ചെയ്ത ഇന്റർവ്യൂ കുറച്ചൊന്നും അല്ല പ്രശ്നം എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോ മുതൽ ഞാൻ ഷാജനോട് പറയുന്നുണ്ട്, എന്തോ ഒരു അസംതൃപ്തി തോന്നുന്നുണ്ട്. നമുക്കിത് വേണോ ഷാജൻ? ഞാൻ വീണ്ടും ഒരു ദിവസവും കൂടെ വരാം, നമുക്കിതിരുന്ന് വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കത് രാത്രി സത്യം പറഞ്ഞ ഒരു വെപ്രാളമായിരുന്നു. ഉറങ്ങാൻ
പറയാനൊന്നും ശരിയായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ രാത്രിയിൽ 1:30, 2, 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ മെസ്സേജ് ഇട്ടത്. ഷാജൻ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല, ഞാനത് എഡിറ്റ് ഒക്കെ ചെയ്ത് നന്നായിട്ട് കൊടുത്തോളാം, നന്നായിട്ട് പോസിറ്റീവായിട്ട് ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ശരിയെന്ന് പറഞ്ഞു. ടോമിൻ തച്ചങ്കരിയും ഞാനും തമ്മിൽ ഇപ്പൊ നല്ല സൗഹൃദത്തിലാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പഴയ കാര്യങ്ങളൊന്നും പറയില്ല എന്ന് ഞാനൊരു വാഗ്ദാനം കൊടുത്തതാണ് എന്നുള്ള എന്റെ തന്നെ തോന്നലിന്റെ പുറത്താണ് എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു പ്രയാസം കിടന്നത് കൊണ്ടുമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു, ഷാജൻ പറഞ്ഞു ടോമിൻ എന്നെ ഫോൺ വിളിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നുള്ളത്. അത് ശരിയല്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ വീഡിയോ ചെയ്തത്. തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷെ അത് തിരുത്തി പറയാനോ ആ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കാനോ പൊതുവെ എല്ലാവർക്കും ഒരു വിഷമം കാണും. എനിക്ക് ആ വിഷമം ഇല്ല. ഒരു തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ഞാനത് തിരുത്താറുണ്ട്, മാപ്പ് പറയാറുണ്ട്, പരമാവധി അതിന്റെ പ്രായശ്ചിത്തം ചെയ്യാറുമുണ്ട്. പലരും വിളിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ആരാണ് ആ രാഷ്ട്രീയക്കാരൻ, ആരാണ് ആ സബോർഡിനേറ്റ് ഓഫീസർ. അതൊരു വൃത്തികെട്ട പരിപാടിയല്ലേ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പണ്ട് സംഭവിച്ചതാണ്. അപ്പൊ നിങ്ങൾ അതിനെ ചെകയരുത്. ഞാൻ നേരിട്ട കുറച്ച് അനുഭവങ്ങൾ പങ്കുവെച്ചു എന്നതിലുപരി ഇത് ആരുടെയും പേര് പറയാനോ ആരെയും വ്യക്തിഹത്യ നടത്താനോ വേണ്ടി കൊടുത്ത ഒരു ഇന്റർവ്യൂവേ അല്ല. ഞാൻ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം ധൈര്യം ഇപ്പോ ഉള്ളത്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ എന്നുള്ള മട്ടിലാണ് ഞാൻ അത് പറയാൻ ശ്രമിച്ചത്. പക്ഷെ അതിപ്പോ വേറെ രീതിയിലായി മാറി. എന്റെ സഹപ്രവർത്തകയായിരുന്ന സന്ധ്യ, ഞാനും സന്ധ്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ശരിക്കും ഒരു 2 പോലീസ് ഓഫീസേഴ്സ്, 2 വനിതാ ഓഫീസേഴ്സ് തമ്മിലുള്ള ബന്ധം പോലെയല്ല. ഞാൻ ഒരിക്കലും സന്ധ്യ എന്റെ ജൂനിയർ ഓഫീസർ ആണെന്ന് കണക്കാക്കിയിട്ടും ഇല്ല. വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ ജൂനിയർ ആയിട്ട് ബാച്ച് വരുമ്പോൾ ഒരു സാൻഡ്വിച്ച് കോഴ്സ് നമ്മൾ രണ്ടുപേരും കൂടെ അടുപ്പിച്ചുള്ളത് വരും. ആ സമയം തൊട്ട് തന്നെ ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധം ഉടലെടുത്തതാണ്. എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. കൂടാതെ എന്നെക്കാളും ഏറെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറും കൂടെയാണ് സന്ധ്യ. ആദ്യത്തെ എന്നുള്ളൊരു പേര് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ഏത് പോലീസ് ഓഫീസറോട്, ഏത് സീനിയർ ഓഫീസറോട് ചോദിച്ചാലും അവർ പറയും ശ്രീലേഖയെക്കാളും പ്രൊഫഷണലിസത്തിലും ജോലി ചെയ്യാനും ഒക്കെ മിടുക്കി കൂടുതൽ സന്ധ്യയാണ് എന്നവരെല്ലാരും പറയും. അതിലെനിക്ക് പരിഭവവും വിരോധവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും സത്യം അതാണ്. ചെയ്യുന്നതിന്റെ ഇരട്ടി ആത്മാർത്ഥതയോടുകൂടി, ഇരട്ടി സത്യസന്ധതയോടുകൂടി ജോലി ചെയ്യുന്ന ഒരാളാണ് സന്ധ്യ. ആ ഇന്റർവ്യൂവിനകത്ത് ഞാൻ പറഞ്ഞതിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല, ദിലീപിന്റെ വിഷയം സംസാരിച്ചപ്പോ ദിലീപ് സന്ധ്യ മാഡത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ബേസിസ് ആയിട്ട് ഞാൻ ദിലീപ് സന്ധ്യയെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അത് എന്റെ കാഴ്ചപ്പാടല്ല, എനിക്കത് അറിയില്ല. എന്താണ് അവിടെ നടന്നതെന്നുള്ളത് എനിക്കറിയില്ല, ഞാനത് വിശ്വസിക്കുന്നുമില്ല. പക്ഷെ ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. ദയവ് ചെയ്ത് മനസ്സിലാക്കൂ, ഞാനത് ആരെയും ഇൻവെസ്റ്റിഗേഷനെയും മോശമാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമേ അല്ല. സന്ധ്യ ഒരിക്കലും ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യാനിടയുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ധ്വനി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കണം. സന്ധ്യയും ഞാനും തമ്മിൽ ഇപ്പോഴും ഭയങ്കര അടുത്ത സഹോദരീയ ബന്ധമാണ്. ചിലരെങ്കിലും അതൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പല ചോദ്യങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. കുടുംബമായിട്ട് ബന്ധമുണ്ട്. സന്ധ്യയുടെ ഫാദറിനെ എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു. അമ്മയെ ഞാൻ ഇപ്പോഴും വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. സന്ധ്യയുടെ മോൾ എന്റെ സ്വന്തം മോളെ പോലെയാണ്. മധു എന്റെ ശരിക്കും ഒരു സഹോദരന്റെ തുല്യനായിട്ടുള്ള ആളാണ്. എന്റെ ഹസ്ബൻഡും മധുവും തമ്മിൽ വളരെ ഡീപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്. ഈ വീഡിയോ ഞാൻ ഇപ്പൊ ഇടുന്നത് കൊണ്ട് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നതോ മറ്റോ ആണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. ആ വീഡിയോ കണ്ടപ്പോ മുതല് എനിക്ക് മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ ജനം അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ചില തൽപര കക്ഷികൾ അത് വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. ശരിയായ രീതിയിൽ അത് കാണില്ല. ഓരോരുത്തരെയും അവരവരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചാണല്ലോ ഓരോന്ന് കാണുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഷാജൻ സ്കറിയയ്ക്ക് ഞാൻ നൽകിയ വീഡിയോയിലൂടെ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് ഞാൻ മനസാ വാചാ കർമ്മണ ഉദ്ദേശിച്ചിട്ടില്ല. പ്രത്യേകിച്ചും എന്റെ പ്രിയ സഹോദരിയും സുഹൃത്തുമായ സന്ധ്യയ്ക്കോ ഇപ്പോൾ എന്റെ കുടുംബ സുഹൃത്തും സഹോദരനുമായ തച്ചങ്കരിക്കോ മറ്റോ ഒരു ഉദ്യോഗസ്ഥർക്കോ ഒരു ആൾക്കോ ആരോടും എനിക്ക് വിരോധവും പരിഭവവും ഇല്ല. ഷാജൻ ചിലപ്പോ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതായിരിക്കാം. പക്ഷെ എന്റെ പ്രതികരണം കുറച്ച് വഷളായി പോയി. അപ്പൊ അതുകൊണ്ട് അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സഹൃദയർ പൊറുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ സന്ധ്യ മേഡം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാജൻ്റെ ആ ഇൻ്റർവ്യൂവിൽ കൊടുത്തപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതെല്ലാം പിന്നീട് അബദ്ധമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരുപാട് കാര്യം സാജൻ അങ്ങനെ ചോദിച്ചപ്പോഴും അത് അബദ്ധത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയും ചെയ്തു. ഇപ്പോഴാണെങ്കിൽ സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ട് ഇത്രയും നാൾ പ്രതികരിച്ചില്ല, ഒന്നാമത്തെ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഇത്രയും ഗുരുതരമായ കാര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് മേഡം ഇത് സഹിച്ചു നിന്നോ? ആർക്ക് വേണ്ടിയിട്ടാണ് സഹിച്ചു നിൽക്കുന്നത്? കാരണം നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകൾ
തന്നെ ചോദിക്കും. അതായത് എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകരായിട്ട് കാണുന്നവരാണ്. അവരാണ് ഇങ്ങനെ ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ. അപ്പൊ ആ ഒരു ഭയം കൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും ശ്രീലേഖ എന്ന് പറയുന്ന മേഡം അതായത് ഇപ്പോഴും പോയിട്ട് ഈ ഒരു അഭിമുഖം കൊടുത്തതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഇലക്ഷൻ ടൈമാണ്. ആകെ അവർക്ക് ഇനിയിപ്പോൾ ഒരു ജയസാധ്യത ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരുപാട് പേര് ഈ ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് അവരിപ്പോഴും മാപ്പ് പറഞ്ഞ് തൽക്കാലം തടിയൂരിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് വരാം. നന്ദി, നമസ്കാരം.